വീണ്ടും വർഗീയ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് മതേതരത്വമെന്ന് യോഗനാഥത്തിൽ മുഖപ്രസംഗത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു. നിലപാടുകൾ പരിഷ്കരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം ചിന്തിക്കണം. തൃശൂരിൽ ക്രൈസ്തവരുടെ വോട്ടുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അപ്രിയ സത്യങ്ങൾ പറയുന്നവരെ വെല്ലുവിളിച്ചാൽ വിലപ്പോവില്ല. തിണ്ണമെടുക്ക് കാട്ടി ഭയപ്പെടുത്താൻ നോക്കിയാൽ കീഴടങ്ങില്ല എന്നും രക്തസാക്ഷിയാകാൻ ഭയമില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ യോഗനാഥത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ കൂടുതലായി വെള്ളാപ്പള്ളി പറയുന്നത്? സ്മൃതി, SNDP യോഗത്തിന്റെ മുഖമാസികയാണ് യോഗനാഥം. യോഗനാഥത്തിന്റെ ചീഫ് എഡിറ്ററായ വെള്ളാപ്പള്ളി നടേശൻ അതിലെഴുതിയ മുഖപ്രസംഗത്തിലാണ് മുസ്ലിം പ്രീണനം സംസ്ഥാനം നടക്കുന്നതിനെ പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ എഡിറ്റോറിയൽ പറയുന്ന പല കാര്യങ്ങളും മതവിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് എന്ന് പറയാതെ വയ്യ. ഈ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ വെല്ലുവിളിച്ചാൽ വിലപ്പോവില്ല. അതായത് മുസ്ലിം പ്രീണനം എന്ന് ആരോപിച്ച തനിക്കെതിരെ ചില സംഘടനകൾ രംഗത്തിറങ്ങിയതിനെ പരാമർശിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുന്നത്. തിണ്ണമെടുക്ക് കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കിയാൽ കീഴടങ്ങില്ല, രക്തസാക്ഷിയാകാനും ഭയമില്ല എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി പറയുന്നത്. എറണാകുളത്ത് KJ ഷൈനെയും മലപ്പുറത്ത് വസീഫിനെയും കോട്ടയത്ത് തോമസ് ചാഴിക്കാടിനെയും LDF മത്സരിപ്പിച്ചു. ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ AM ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് മതേതരത്വം എന്ന പരിഹാസവും ഈ യോഗനാഥത്തിന്റെ മുഖപ്രസംഗത്തിലുണ്ട്. തൃശൂരിൽ ക്രൈസ്തവരുടെ വോട്ട് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഇരുമുന്നണികളുടെയും പ്രീണനം കണ്ടപ്പോൾ ക്രൈസ്തവർ BJPയെ രക്ഷകരായി കണ്ടു. വർഗീയവാദികൾ ആരാണെന്ന് ജനങ്ങൾക്കറിയാം. നിലപാടുകൾ പരിഷ്കരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം ചിന്തിക്കണം. മുസ്ലിം ലീഗും അവർക്കൊപ്പമുള്ള ചില സംഘടനകളുടെയും അഹങ്കാരവും ധിക്കാരപരമായ സമീപനവുമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന പരാമർശമുണ്ട്. ഹൈന്ദവ സമൂഹത്തിന്റെ മുഖമുദ്ര സഹിഷ്ണുതയാണ്. വാളെടുത്ത ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാൻ ചെയ്യുന്ന രീതി ഹിന്ദു സമുദായത്തിന് ഇല്ല തുടങ്ങിയ പരാമർശങ്ങളും ഈ മുഖപ്രസംഗത്തിലുണ്ട്. അത്തരത്തിൽ മുസ്ലിം പീഡനം സംബന്ധിച്ച തന്റെ വാദങ്ങൾ ഉറച്ചു നിൽക്കുകയും എന്നാൽ കുറച്ചുകൂടി മതവിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമാണ് വെള്ളാപ്പള്ളിയുടെ ഈ എഡിറ്റോറിയലുള്ളത്. ശ്രീജിത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസവും വെള്ളാപ്പള്ളി പ്രതികരണം നടത്തിയതാണ്. രാഷ്ട്രീയ നേതാക്കൾ വെള്ളാപ്പള്ളിയുടെ ഈ തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളോട് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? CPM-നെതിരെയാണ് അതിരൂക്ഷ വിമർശനമുള്ളത്. രാഷ്ട്രീയ നേതൃത്വം ഇതുവരെ ഈ വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങളോട് മറുപടി നൽകിയിട്ടില്ല. ലീഗ് നേതാക്കന്മാർ പോലും ഇക്കാര്യത്തിൽ കാര്യമായ പ്രതികരണം നടത്തിയിട്ടില്ല. ആകെ വന്ന പ്രതികരണം KNM-ന്റെ വൈസ് പ്രസിഡന്റായ ഡോക്ടർ ഹുസൈൻ മടവൂരിന്റെ ഭാഗത്തു നിന്നാണ്. ഒപ്പം തന്നെ മുസ്ലിം ജമാഅത്തെ കൌൺസിലിന്റെ വാർത്താസമ്മേളനം നടത്തി അവരും ഈ വെള്ളാപ്പള്ളിയുടെ ഈ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊഴിച്ചാൽ മതസംഘടനകൾ ഒഴിച്ചാൽ മറ്റാരും വെള്ളാപ്പള്ളിയുടെ ഈ പ്രതികരണങ്ങളെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടില്ല. ഇത്തരത്തിൽ വെള്ളാപ്പള്ളി പ്രതികരണങ്ങൾ നടത്തുമ്പോൾ സംസ്ഥാനത്ത് 2024 ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഫലം കൂടി ഒന്ന് പരിശോധിക്കണം. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും എടുത്തു കാണിക്കപ്പെട്ടത് CPM-ന്റെയും ഇടതുമുന്നണിയുടെയും അടിസ്ഥാന വോട്ടുകളായ ഈഴവരാതി പിന്നോക്കങ്ങളുടെ വോട്ട് ചോർന്ന് BJPയിലേക്ക് പോയി എന്നതാണ്. അപ്പോൾ അത്തരം ഒരു വോട്ട് ചോർച്ചയ്ക്ക് അനുരോധമായി എന്താണ് സംഭവിച്ചത് എന്ന് വെളിവാക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വോട്ട് ഷിഫ്റ്റിംഗിന്റെ ഒരു ബലത്തിലാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നതെന്ന് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളാണ്. ഓരോ മണ്ഡലവും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തവണത്തെ പ്രതികരണം. യോഗനാഥത്തിലാണ് ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വം ഇതുവരെ ഇതിനോട് ശക്തമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.